ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മളിന്ന് ബോട്ടിൽ ആർട്ടിന് എടുത്തിരിക്കുന്നത് ഒരു ആംബർ കളറിലെ കുപ്പിയാണ്. അപ്പോൾ ഞാൻ വൈറ്റ് പെയിൻറ്റ്, ഫാബ്രിക് പെയിൻറ്റ് 3-4 കോട്ട് അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ബ്രൈറ്റ് കളറാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊരു 3-4 കോട്ട്, ഇങ്ങനത്തെ കളറിലെ കുപ്പിയാണെങ്കിൽ 3-4 കോട്ട് വെള്ള പെയിൻറ്റ് എന്തായാലും അടിക്കേണ്ടി വരും, അതിൻ്റെ ഒന്ന് ഭംഗി വരാനായിട്ട്. അത് ഫുള്ളും നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കണം കേട്ടോ. അത് ഉണക്കി ഫുള്ളും ചെയ്തിട്ടുണ്ട്, ഉണങ്ങി വന്നു. ഇനി അതിന് ശേഷം ബ്ലാക്ക് വാട്ടർ കളർ ഉപയോഗിച്ചിട്ട് നമ്മൾ മരം വരയ്ക്കുകയാണ്. അപ്പോൾ വാട്ടർ കളർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്താലും മതി. വാട്ടർ കളർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് ഉണങ്ങിയതിന് ശേഷം അതിലൊന്നും തൊടരുത്. തൊട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ ആ വെള്ള കുപ്പിയിൽ നിറച്ചും സ്പ്രെഡാവും. അപ്പോൾ സൂക്ഷിച്ച് പിടിക്കണേ. നമ്മൾ നേരിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മരത്തിൻ്റെ ചില്ലകളൊക്കെ വരച്ചു കൊടുക്കണം. എൻ്റെ നേരിയ ബ്രഷല്ല, അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി നേരിയ ബ്രഷ് ഉപയോഗിക്കാം. ഇപ്പോൾ ഇത്തിരി കൂടി വലിയ ബ്രഷ് ആണെങ്കിൽ നമ്മൾ വെറുതെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്താൽ മതി, മുറുക്കിയൊന്നും ചെയ്യണ്ട. ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് വരച്ചെടുക്കാൻ പറ്റും. ഈ ബ്രഷ് ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ചില്ലകളെല്ലാം വരച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. വെറുതെ പതുക്കെ ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ മുകളിൽ കൂടെ. കുപ്പിയിൽ ശ്രദ്ധിക്കണം, സൂക്ഷിച്ച് പിടിക്കണേ. മുഴുവൻ വരച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചില്ല വരയ്ക്കണത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ വേണ്ട. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, കണ്ടോ? ഇതിൻ്റെ മരത്തിൻ്റെ കൊമ്പൊക്കെ വരയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ വെറുതെ ടച്ച് ചെയ്താൽ മതി. ഇപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ പോലും വെറുതെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. സൈഡിലെല്ലായിടത്തും നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാം. അതിനുശേഷം പച്ച ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ അതിൽ പുല്ല് പോലെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ച കളർ വാട്ടർ കളർ അതിൻ്റെ ഒപ്പം ഉപയോഗിക്കണം. അതിനൊരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുല്ല് പോലെ തന്നെ ഞാനിങ്ങനെ വരച്ചേക്കണ പോലെ വരച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പയറുണ്ടല്ലോ, അപ്പം മഞ്ചാടിക്കുരുവിന് പകരമായിട്ട് നമ്മൾ ഈ പയർ ഉപയോഗിച്ചിട്ടാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ സെയിം പയറിൽ തന്നെ ചുവപ്പ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും മഞ്ചാടിക്കുരു പോലെ തന്നെ തോന്നും. അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ. ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ മഞ്ചാടിക്കുരു ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള പയർ ഉപയോഗിച്ചിട്ട് നമുക്ക് മഞ്ചാടിക്കുരു പോലെ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും കുപ്പിയിൽ. മഞ്ചാടിക്കുരു വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആണ്. അപ്പം മഞ്ചാടിക്കുരു ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. മുഴുവനായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക, അവിടെ ഇവിടെയായിട്ടൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. ഇഷ്ടമുള്ളിടത്ത് ഒട്ടിച്ച് കൊടുക്കുക. പെയിൻറ്റ് ചെയ്യുക, സൂക്ഷിച്ച് പെയിൻറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളൊരു ചെറിയ മതിൽ പോലെ ഉണ്ടാക്കാനായിട്ട് വെറുതെ ഒരു പേപ്പറിൽ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കണം. പെയിൻറ്റ് ചെയ്തിട്ട്, കറുത്ത പെയിൻറ്റ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. കറുത്ത ഫാബ്രിക് പെയിൻറ്റ് ആയാലും മതി, അല്ല ഡാർക്ക് കളറാക്കി ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ എല്ലാം ഇത് ഒട്ടിച്ചേക്കണത് ഫെവിക്കോൾ വെച്ചിട്ടാണ്. ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്നൊന്നും അത് പോവില്ല. ഫെവിക്കോൾ യൂസ് ചെയ്യണതുകൊണ്ട് ഓരോന്നും നമ്മൾ സൂക്ഷിച്ച് വേണം ഒട്ടിക്കാനായിട്ട് കേട്ടോ. ഫെവിക്വിക്കും യൂസ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ബോട്ടിൽ ആർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.